ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാൽ. കിഴക്ക് നിന്നെത്തുന്ന തീർത്ഥാടകരെ സ്വാഗതം ചെയ്യും വിധം ചിറക് വിരിച്ച് കൊക്ക് ചരിച്ച് പിടിച്ചു നിൽക്കുന്ന ഗരുഡൻ്റെ പ്രതിമയുണ്ട്. ഗുരുവായൂരിൻ്റെ മുഖമുദ്രയാണ് മഞ്ജുളാലും ഗരുഡനും. മഞ്ജുളാലിന് ഈ പേര് വന്ന കഥ ഇങ്ങനെയാണ്. ഗുരുവായൂരപ്പ ഭക്തിയായിരുന്ന മഞ്ജുള ദിവസവും കണ്ണന് ചാർത്താൻ മാല കെട്ടി സമർപ്പിക്കുമായിരുന്നു. ഒരിക്കൽ അമ്മയോടൊപ്പം യാത്ര പോയി മടങ്ങിയെത്താൻ രാത്രിയായി. എന്നിട്ടും കണ്ണനുള്ള മാലയുമായി നടയിൽ ഓടിയെത്തി. അപ്പോഴേക്കും നട അടച്ചിരുന്നു. ദുഃഖിതയായ മഞ്ജുള കരയാൻ തുടങ്ങി. ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ പൂന്താനം ഇത് കണ്ടു. മഞ്ജുളയെ സമാധാനിപ്പിച്ചു. തൊട്ടടുത്ത ആലിൻചൂട്ടിൽ മാല ചാർത്തിക്കൊള്ളൂ, കണ്ണൻ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. കരച്ചിലടക്കി മഞ്ജുള അങ്ങനെ തന്നെ ചെയ്തു. പിറ്റേന്ന് നിർമ്മാല്യത്തിന് മേൽശാന്തി മാലകൾ അഴിച്ചെടുക്കുമ്പോൾ എത്ര മാറ്റിയിട്ടും ഒരു മാല മാത്രം വിഗ്രഹത്തിൽ അവശേഷിച്ചു. ഇതറിഞ്ഞ പൂന്താനം തലേന്ന് മഞ്ജുള ചാർത്തിയ മാലയെപ്പറ്റി വിവരിച്ചു. ഉടനെ തന്നെ ആലിൻചൂട്ടിൽ നിന്ന് മാല എടുത്തു മാറ്റിയതോടെ വിഗ്രഹത്തിലെ മാലയും അഴിഞ്ഞു വീണു. മഞ്ജുള ചാർത്തിയ മാല സാക്ഷാൽ ഭഗവാൻ സ്വീകരിച്ചു എന്ന് അർത്ഥം. മഞ്ജുളാലിൽ പഴയ ശില്പത്തിൻ്റെ അതേ വലുപ്പത്തിൽ 5200 കിലോ വെങ്കലം ഉപയോഗിച്ച് ശില്പി ഉണ്ണി കാനായി നിർമ്മിച്ച സ്വർണ്ണവർണ്ണത്തിലുള്ള ശില്പം 2025 മാർച്ച് 1 സ്ഥാപിച്ചത്. ശില്പി മായന്നൂർ രാമകൃഷ്ണൻ മഞ്ജുളാലിന് കരിങ്കൽ തറയൊരുക്കി. പ്രവാസിയും വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ വേണു കുന്നംപള്ളിയാണ് ശില്പവും തറയും വഴിപാട് ചെയ്തത്. ഉത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന ആനയോട്ടം ആരംഭിക്കുന്നത് മഞ്ജുളാലിൽ നിന്നാണ്. 1969 മഞ്ജുളാലിൽ ഗരുഡൻ്റെ ശില്പം സിമെൻറ്റിൽ നിർമ്മിച്ചത്. അത് കോയമ്പത്തൂർ സ്വദേശി കൃഷ്ണൻ എന്ന ആളാണ് ശില്പി. ഇത്രയും വിശേഷപ്പെട്ടതാണ് ഗുരുവായൂരപ്പൻ്റെ മഞ്ജുളാലും ഗരുഡൻ്റെ പ്രതിമയും. എല്ലാവർക്കും ഇഷ്ടമായല്ലോ.